ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 2വിലെ ആദ്യത്തെ ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. ഈ ഒരു പാർട്ട് 2വിൽ ടോട്ടൽ 6 ചാപ്റ്റേഴ്സ് ആണുള്ളത്. നമുക്ക് ആദ്യത്തെ ചാപ്റ്ററായ മധ്യകാല ഇന്ത്യ കലയും സാഹിത്യവും എന്നുള്ള ചാപ്റ്റർ ഇന്ന് പഠിക്കാം. ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതുപോലെ എപ്പോഴും പറയുന്ന കാര്യമാണ് ഒരു നോട്ട് നിങ്ങൾ ഇതിന് CRTക്ക് വേണ്ടി നിർബന്ധമായിട്ടും ഒരു നോട്ട് കരുതണം. എപ്പോഴും ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ക്ലാസ് വെറുതെ കണ്ടുപോയിട്ട് കാര്യമില്ല. നമുക്ക് ഈ ക്ലാസ് നമ്മുടെ എക്സാമിന് യൂസ്ഫുൾ ആവണം. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങൾ ആ ടൈമിൽ തന്നെ നോട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ റിവിഷൻ ചെയ്താൽ മതി. ഓരോ സബ്ജക്റ്റിലെയും ഓരോ പാഠഭാഗം എടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് ആ ഒരു ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് എത്രത്തോളാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അധികം ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി എന്നൊക്കെ പറയാറുണ്ട്. ഓരോ ദിവസം എടുക്കുന്ന ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള പോൾ എക്സാമും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സും കാണുന്നതിനോടൊപ്പം ആ ഒരു എക്സാം കൂടി അറ്റൻഡ് ചെയ്താൽ എത്രത്തോളം നിങ്ങളുടെ മൈൻഡിലേക്ക് ആ ഒരു പോയിന്റ്സ് ഒക്കെ കയറിയിട്ടുണ്ടെന്ന് പെട്ടെന്ന് ക്ലിയർ ആവും. ഒന്നുകൂടി റിവൈസ് ചെയ്യണം തോന്നുന്ന പാഠഭാഗങ്ങൾ ഒന്നുകൂടി നമുക്ക് നോക്കുകയും ചെയ്യാം. ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ എക്സാംസ് ഒക്കെ അടുത്ത് വരികയാണ്. കുറഞ്ഞ സമയം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അതിപ്പോൾ മാക്സിമം ഓരോ പോയിന്റ്സും ക്ലിയർ ആക്കി പോവുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. മധ്യകാല ഇന്ത്യ കലയും സാഹിത്യവും നമ്മുടെ പാർട്ട് 1ലുള്ള ഒരു ചാപ്റ്റർ ഉണ്ടാവില്ല, മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങളൊക്കെ. ആ ഒരു ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ്. ആ ക്ലാസ് കാണാത്തവർ ആദ്യം തന്നെ ആ ക്ലാസ് ഒന്ന് പോയി കാണണേ. ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ബോക്സിലാക്കി കൊടുത്തിട്ടുള്ളതാണ്. AD 1246 ചന്ദ്രഭാഗ നദീമുഖത്ത് വിശ്വവിഖ്യാതമായ സൂര്യക്ഷേത്രത്തിന് അടിത്തറയിട്ടു. ദൂരെയുള്ള പർവ്വതങ്ങളിൽ നിന്ന് പലതരം കല്ലുകൾ കൊണ്ടുവന്നു. നീലഗിരിയിൽ നിന്നും ദൂരെയുള്ള നാട്ടുരാജ്യങ്ങളിൽ നിന്നും വെളുത്തതും കറുത്തതും നീല നിറത്തിലുമുള്ളതുമായ ശിലകളും കൊണ്ടുവന്നു. ക്ഷേത്രത്തിന് മുകളിൽ കലശം സ്ഥാപിക്കുന്നതിന് വേണ്ടി 25 അടി പൊക്കവും 56,000 മണ്ണ് ഭാരവുമുള്ള ശിലകൾ 100ലേറെ മൈൽ ദൂരം ജലമാർഗത്തിലൂടെ കൊണ്ടുവന്ന് 200 അടി ഉയരത്തിൽ ക്ഷേത്ര ശിഖരങ്ങൾ സ്ഥാപിച്ചു. 1200 ശില്പികൾ സ്വന്തം സുഖ സൗകര്യങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പ്രതിജ്ഞ ചെയ്തു. കൊണാർക്കിലെ കലശം ഉറപ്പിക്കുന്നത് വരെ തിരിച്ചു പോവുകയില്ല. അവർ ഏകാഗ്രതയോടെ 12 വർഷം നിരന്തരം പണിയെടുത്തു. ഇതെന്താണ്? കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ്. പ്രശസ്ത ഒഡിയ സാഹിത്യകാരിയായ പ്രതിഭ റായുടെ ശിലാപത്നം എന്ന നോവലിലാണ് ഈ ഒരു വിവരണം കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വിവരണത്തിൽ നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാനുള്ളത്? AD 1246 കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിന് തറക്കല്ലിട്ടതെന്ന് മനസ്സിലാക്കലേ. AD 1246 എവിടെയാണ് തറക്കല്ലിട്ടത്? ചന്ദ്രഭാഗ നദീമുഖത്താണ് അല്ലെ. ചന്ദ്രഭാഗ എന്താണ് നമുക്കറിയാം, സിന്ധു നദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദികളിൽ ഒന്നാണ് അല്ലെ ചിനാബ് നദി. ഈ ഒരു ചിനാബ് നദി ഈ ചന്ദ്രഭാഗ എന്നുള്ള ഈ 2 നദികളുടെ സംഗമത്തിന്റെ ഫലമായിട്ടാണ് ഈ ചിനാബ് നദി രൂപം കൊള്ളുന്നത്. അപ്പോൾ ഈ ഒരു ചന്ദ്രഭാഗ നദീമുഖത്താണിത് 1246 AD 1246 കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിന് തറക്കല്ലിട്ടത്. പിന്നെ എന്തൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്? ഇതിനു വേണ്ടി ദൂരെയുള്ള പർവ്വതങ്ങളിൽ നിന്നും, അതായത് നീലഗിരിയിൽ നിന്നും ദൂരെയുള്ള നാട്ടുരാജ്യങ്ങളിൽ നിന്നൊക്കെ പർവ്വതങ്ങളിൽ നിന്നൊക്കെ വെളുത്തതും കറുത്തതും നീല നിറത്തിലുള്ളതുമായിട്ട് ശിലകളൊക്കെ കൊണ്ടുവന്നു. ക്ഷേത്രത്തിന് മുകളിൽ കലശം സ്ഥാപിക്കുന്നതിന് വേണ്ടി 25 അടി പൊക്കവും 56,000 മണ്ണ് ഭാരവുമുള്ള ശിലകൾ 100ലേറെ മൈൽ ദൂരം ജലമാർഗത്തിലൂടെ കൊണ്ടുവന്ന് 200 അടി ഉയരത്തിൽ ക്ഷേത്ര ശിഖരത്തിൽ സ്ഥാപിച്ചു. അപ്പൊ 200 അടി ഉയരത്തിലാണ് ക്ഷേത്ര ശിഖരത്തിൽ കലശം സ്ഥാപിച്ചത്. 1200 ശില്പികൾ സ്വന്തം സുഖ സൗകര്യങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പ്രതിജ്ഞ ചെയ്തു. കൊണാർക്കിലെ കലശം ഉറപ്പിക്കുന്നതുവരെ തിരിച്ചു പോവുകയില്ല. അവർ ഏകാഗ്രതയോടെ 12 വർഷം നിരന്തരം പണിയെടുത്തു. ഇതിൽ നിന്നൊക്കെ പ്രസ്താവന രീതിയിലാട്ടോ ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉണ്ടാവാം. കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തെ പറ്റിയൊക്കെ ഇതിന് പ്രസ്താവന രീതിയിൽ ചോദിക്കാൻ സാധ്യത ഉണ്ട്. AD 1246 ചന്ദ്രഭാഗ നദീമുഖത്താണ് ഈ ഒരു കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിന് തറക്കല്ലിട്ടത്.
കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിന് പുറമെ ധാരാളം നിർമ്മിതികൾ മധ്യകാല ഇന്ത്യയിൽ ഉയർന്നു വന്നു. അവയുടെ നിർമ്മാണത്തെക്കുറിച്ചും സവിശേഷതകളെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. തെക്കേ ഇന്ത്യയിൽ കാഞ്ചീപുരം ആസ്ഥാനമാക്കി ഭരണം നടത്തിയ രാജാക്കന്മാരായിരുന്നു പല്ലവന്മാർ. തെക്കേ ഇന്ത്യയിൽ കാഞ്ചീപുരം ആസ്ഥാനമാക്കി ഭരണം നടത്തിയ രാജാക്കന്മാരായിരുന്നു പല്ലവന്മാർ. അവരുടെ പ്രധാന തുറമുഖ നഗരമായിരുന്നു മഹാബലിപുരം. പല്ലവ രാജാവായ നരസിംഹവർമ്മന്റെ കാലത്ത് അവിടെ നിർമ്മിച്ച ക്ഷേത്രങ്ങൾ പഞ്ചരഥങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, തെക്കേ ഇന്ത്യയിൽ കാഞ്ചീപുരം ആസ്ഥാനമാക്കി ഭരണം നടത്തിയ രാജാക്കന്മാരായിരുന്നു പല്ലവന്മാർ. അവരുടെ പ്രധാന തുറമുഖ നഗരമായിരുന്നു മഹാബലിപുരം. മഹാബലിപുരം അവരുടെ പ്രധാന തുറമുഖ നഗരമായിരുന്നു. പല്ലവ രാജാവായ നരസിംഹവർമ്മന്റെ കാലത്ത് ഇവിടെ നിർമ്മിച്ച ക്ഷേത്രങ്ങൾ എന്നാണ് പഞ്ചരഥങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ പല്ലവ രാജാവിനായിട്ടുള്ള നരസിംഹവർമ്മന്റെ കാലത്ത് നിർമ്മിച്ച ക്ഷേത്രങ്ങളാണ് പഞ്ചരഥങ്ങൾ എന്നറിയപ്പെടുന്നത്. ഈ ഒരു പഞ്ചരഥങ്ങളുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരായിരുന്നു പഞ്ചരഥങ്ങൾ സ്ഥാപിച്ചത്? പല്ലവ രാജാവായ നരസിംഹവർമ്മന്റെ കാലത്തുണ്ടാക്കിയ ക്ഷേത്രങ്ങളാണ് പഞ്ചരഥങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇവരുടെ പ്രധാന തുറമുഖ നഗരമായിരുന്നു മഹാബലിപുരം. ഇനി ഈ പഞ്ചരഥങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. അവ ഓരോന്നും ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തവയാണ്. ഇവിടെ പല ഭാഗത്തും ഈ രീതിയിൽ ഒറ്റക്കല്ലിൽ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരുന്നു. അപ്പം മഹാബലിപുരത്തെ പഞ്ചരഥത്തിന്റെ പ്രത്യേകത എന്താണ്? അവ ഓരോന്നും ഒറ്റക്കല്ലിൽ തീർത്തവയാണ്. ഇന്ത്യയുടെ പല ഭാഗത്തും ഈ രീതിയിൽ ഒറ്റക്കല്ലിൽ തീർത്ത ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരുന്നു. മഹാരാഷ്ട്രയിലെ എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ ഇത്തരത്തിൽപ്പെട്ടവയാണ്. 6-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്താണ് ഈ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്. അപ്പം ഈ ഒരു പഞ്ചരഥങ്ങളെ അതേ ഒരു രീതിയിൽ നിർമ്മിച്ച ക്ഷേത്രമാണ് എന്ത്? മഹാരാഷ്ട്രയിലെ എല്ലോറ ഗുഹാക്ഷേത്രങ്ങളും. 6-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്താണ് ഈ ഒരു മഹാരാഷ്ട്രയിലെ എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടത്. ബൗദ്ധർ, ജൈനർ, വൈഷ്ണവർ, അതുപോലെ ശൈവർ എന്നിവരുടെ ക്ഷേത്രങ്ങളൊക്കെയാണ് ഈ എല്ലോറ ഗുഹയിലുള്ളത്. ഈ ഒരു ക്ഷേത്രങ്ങളുടെ ഒക്കെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ എല്ലോറ ഗുഹാക്ഷേത്രങ്ങളൊക്കെ സ്ഥാപിക്കപ്പെട്ടത്. പല്ലവ രാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിച്ച പഞ്ചരഥങ്ങളുടെ അതേ ഒരു രീതിയിൽ ഒറ്റക്കല്ലിൽ തീർത്ത ക്ഷേത്രങ്ങൾ തന്നെയാണ് എല്ലോറ ഗുഹാക്ഷേത്രങ്ങളും. ബൗദ്ധർ, ജൈനർ, വൈഷ്ണവർ, ശൈവർ എന്നിവരുടെ ക്ഷേത്രങ്ങളാണ് ഈ എല്ലോറ ഗുഹയിലുള്ളത്. പിൽക്കാലത്ത് ചെത്തിമിനുക്കിയ പാറകൾ ഉപയോഗിച്ച് ഉയരമേറിയ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്ന രീതി നിലവിൽ വന്നു. ഇവയിൽ ഭൂരിഭാഗവും ബഹുനില ക്ഷേത്രങ്ങളായിരുന്നു. അപ്പോൾ 6-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് എല്ലോറ ഗുഹാക്ഷേത്രങ്ങളൊക്കെ സ്ഥാപിക്കപ്പെട്ടത്. അതിനുശേഷം പിൽക്കാലത്ത് ചെത്തിമിനുക്കിയ പാറകൾ ഉപയോഗിച്ച് ഉയരമേറിയ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്ന രീതി നിലവിൽ വന്നു. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്നത് ഒറ്റക്കല്ലിൽ തീർത്ത ക്ഷേത്രങ്ങളായിരുന്നു. പിന്നെ പിൽക്കാലത്ത് ചെത്തിമിനുക്കിയ പാറകൾ ഉപയോഗിച്ചൊക്കെ ഉയരമേറിയ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്ന രീതി നിലവിൽ വന്നു. ഇവയിൽ ഭൂരിഭാഗവും ബഹുനില ക്ഷേത്രങ്ങളായിരുന്നു. ആസാമിലെ കാമാക്കി ക്ഷേത്രവും ചോളരാജാവായ രാജരാജൻ തഞ്ചാവൂരിൽ നിർമ്മിച്ച ബൃഹദീശ്വര ക്ഷേത്രവും ഇതിന് ഉദാഹരണങ്ങളാണ്. ചെത്തിമിനുക്കിയ പാറകൾ ഉപയോഗിച്ചുണ്ടാക്കിയ ബഹുനില ക്ഷേത്രങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ആസാമിലെ കാമാക്കി ക്ഷേത്രവും അതുപോലെ ചോളരാജാവായ രാജരാജൻ തഞ്ചാവൂരിൽ നിർമ്മിച്ച ബൃഹദീശ്വര ക്ഷേത്രവും ഇതിന് ഉദാഹരണങ്ങളാണ്. അതിന്റെ ചിത്രങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആസാമിലെ കാമാക്കി ക്ഷേത്രത്തിന്റെയും തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ ഒക്കെ ചിത്രം കൊടുത്തിട്ടുണ്ട്. പിന്നീട് ക്ഷേത്ര ഭിത്തികൾ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന സമ്പ്രദായം വ്യാപകമായി. രാമായണം, മഹാഭാരതം, ഭാഗവതം എന്നിവയിലെ കഥാസന്ദർഭങ്ങളുടെ ദൃശ്യങ്ങൾ ക്ഷേത്ര ചുമരുകളിൽ കൊത്തിവെച്ചു. ഇവയ്ക്ക് പുറമെ യുദ്ധരംഗങ്ങളുടെയും നൃത്തസംഗീത രംഗങ്ങളുടെയും ശില്പങ്ങളും ക്ഷേത്രഭിത്തികളിൽ സ്ഥാനം പിടിച്ചു. അപ്പോൾ പിന്നീട് ക്ഷേത്രഭിത്തികൾ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കാവുന്ന സമ്പ്രദായം വ്യാപകമായി. രാമായണം, മഹാഭാരതം, ഭാഗവതം എന്നിവയിലെ കഥാസന്ദർഭങ്ങളും ദൃശ്യങ്ങളൊക്കെ ക്ഷേത്ര ചുമരുകളിൽ കൊത്തിവെച്ചു. ഇവ കൂടാതെ യുദ്ധരംഗങ്ങളുടെയും നൃത്തസംഗീത രംഗങ്ങളുടെയും ശില്പങ്ങളും ഒക്കെ ക്ഷേത്രഭിത്തികളിൽ കൊത്തിവെക്കാൻ തുടങ്ങി. ഇത്തരത്തിൽ കൊത്തിവെച്ച സംഗീത രംഗത്തിനെയും യുദ്ധരംഗത്തിനെയും അതുപോലെ നൃത്തരംഗത്തിനൊക്കെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ ക്ഷേത്രഭിത്തികളിൽ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന രീതിക്ക് ഉദാഹരണമാണ് മധ്യപ്രദേശിലെ ഖജുരാഹോ ക്ഷേത്രം. ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുക, അതുപോലെ തന്നെ ഓരോ യുദ്ധരംഗത്തിന്റെയും അതുപോലെ സംഗീത രംഗത്തിന്റെയും ഒക്കെ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ച ക്ഷേത്രമാണ് മധ്യപ്രദേശിലെ ഖജുരാഹോ ക്ഷേത്രം.
സൽത്തനത്ത് ഭരണകാലത്ത് ഇന്ത്യയിൽ ഒരു പുതിയ വാസ്തുവിദ്യാശൈലി രൂപപ്പെട്ടു. ഇത് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാശൈലി എന്നറിയപ്പെടുന്നു. അപ്പോൾ സൽത്തനത്ത് ഭരണകാലത്ത് രൂപപ്പെട്ടൊരു വാസ്തുവിദ്യാശൈലിയാണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാശൈലി. ഈ ഒരു ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാശൈലി യൂസ് ചെയ്തുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കമാനം, താഴികക്കുടം, മിനാരൊക്കെ എന്താണ് ആ ഒരു സൽത്തനത്ത് ഭരണകാലത്ത് രൂപപ്പെട്ടിട്ടുള്ള ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാശൈലി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളവയാണ്. വാസ്തുവിദ്യാ രംഗത്ത് വിദഗ്ധരായവരെ തുർക്കി, പേർഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അവരോടൊപ്പം തദ്ദേശീയരായ ശില്പികൾ, തൊഴിലാളികൾ, കൽപ്പണിക്കാർ തുടങ്ങിയവരും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ഈ കൂട്ടരുടെ ശൈലികൾ സമന്വയിച്ചാണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാശൈലി രൂപപ്പെട്ടത്. അപ്പോൾ വാസ്തുവിദ്യാ രംഗത്ത് വിദഗ്ധരായവരെ തുർക്കി, പേർഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അവരോടൊപ്പം തന്നെ എന്താണ് തദ്ദേശീയരായ ശില്പികൾ, തൊഴിലാളികൾ, കൽപ്പണിക്കാർ തുടങ്ങിയവരും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. അപ്പോൾ ഇരു കൂട്ടരുടെയും ശൈലികൾ സമന്വയിച്ചാണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാശൈലി രൂപപ്പെട്ടത്. ഇനി ഈ ഒരു ശൈലിയുടെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. കമാനങ്ങളും താഴികക്കുടങ്ങളും മിനാരങ്ങളും ഈ ശൈലിയിലെ മുഖ്യ സവിശേഷതകളാണ്. കെട്ടിടങ്ങളിൽ അലങ്കാരത്തിനു വേണ്ടി പുഷ്പങ്ങളുടെയും സസ്യങ്ങളുടെയും രൂപങ്ങൾ കൊത്തിവെച്ചു. അപ്പോൾ കമാനങ്ങളും താഴികക്കുടങ്ങളും ഒക്കെ എന്താണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യയുടെ സവിശേഷതയാണ്. കെട്ടിടങ്ങളിൽ അലങ്കാരത്തിനു വേണ്ടി പുഷ്പങ്ങളുടെയും സസ്യങ്ങളുടെയും ഒക്കെ രൂപങ്ങൾ കൊത്തിവെച്ചു. സസ്യങ്ങളുടെയും പുഷ്പങ്ങളുടെയും രൂപങ്ങളൊക്കെ കൊത്തിവെച്ചതിന് ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ സവിശേഷതകളാണ് ഈ ഒരു രീതിയിൽ ഉണ്ടായിട്ടുള്ളത്? കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് കുമ്മായം, ചുവന്ന കല്ല്, മാർബിൾ മുതലായവ ഉപയോഗിച്ചു. നിർമ്മിതികളോട് ചേർന്ന് വിശാലമായ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കി. അപ്പം എന്തൊക്കെയാണ്? കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് കുമ്മായം, ചുവന്ന കല്ല്, മാർബിൾ മുതലായവ ഉപയോഗിച്ചിരുന്നു. അതുപോലെ നിർമ്മിതികളോട് ചേർന്ന് തന്നെ വിശാലമായ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കി. ഈ വാസ്തുവിദ്യാ ശൈലിയിൽ പണിതീർത്ത ആദ്യ നിർമ്മിതിയാണ് കുത്തബ് മിനാർ. അപ്പോൾ ഇന്തോ ഇസ്ലാമിക് വാസ്തുവിദ്യാ രീതിയിൽ നിർമ്മിച്ച ആദ്യത്തെ നിർമ്മിതി എന്താണ്? കുത്തബ് മിനാർ ആണ് കേട്ടോ. സൽത്തനത്ത് സ്ഥാപകനായിരുന്ന കുത്തബ്ദീൻ ഐബക്കാണ് കുത്തബ് മിനാറിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ഇൽത്തുമിഷ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. ഉയരമുള്ള ഗോപുരവും ഗോപുരത്തിൽ നിന്ന് തള്ളി നിൽക്കുന്ന ബാൽക്കണികളും ഇതിന്റെ സവിശേഷതകളാണ്. അപ്പൊ ഇത് കുത്തബ് മിനാറിന്റെ നിർമ്മാണം ആരംഭിച്ചത് കുത്തബ്ദീൻ ഐബക്ക് ആണെങ്കിലും ഇൽത്തുമിഷ് ആണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഉയരമുള്ള ഗോപുരവും ഗോപുരത്തിൽ നിന്ന് തള്ളി നിൽക്കുന്ന ബാൽക്കണികളും ഇതിന്റെ സവിശേഷതകളാണ്. എന്തൊക്കെയാണ് ഇതിന്റെ സവിശേഷത? ഉയരമുള്ള ഗോപുരവും ഗോപുരത്തിൽ നിന്ന് തള്ളി നിൽക്കുന്ന ബാൽക്കണികളും ഇതിന്റെ സവിശേഷതകളാണ്. അതുപോലെ മുഗൾ കാലഘട്ടത്തിൽ ഇൻഡോ ഇസ്ലാമിക് ശൈലി കൂടുതൽ പ്രചാരം നേടി. മുഗൾ രാജാക്കന്മാർ ഈ ശൈലിയിൽ നിരവധി കോട്ടകൾ, ആരാധനാലയങ്ങൾ, ശവകുടീരങ്ങൾ മുതലായവ നിർമ്മിച്ചു. അപ്പോൾ ഇൻഡോ ഇസ്ലാമിക് ശൈലി കൂടുതൽ പ്രചാരം നേടിയത് മുഗൾ കാലഘട്ടത്തിലാണ്. മുഗൾ രാജാക്കന്മാർ ഈ ശൈലിയിൽ നിരവധി കോട്ടകൾ, അതുപോലെ ആരാധനാലയങ്ങൾ, ശവകുടീരങ്ങൾ എന്നിവയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിർമ്മിച്ച മറ്റു നിർമ്മിതികളൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഹൂമയൂണിന്റെ ശവകുടീരം ഈ ശൈലിയിൽ നിർമ്മിച്ചതാണ്. മനോഹരമായ പൂന്തോട്ടത്തിന്റെ മധ്യഭാഗത്താണ് ഈ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ചുവന്ന മണൽക്കല്ലും വെണ്ണക്കല്ലും കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. താജ്മഹലിന്റെ നിർമ്മാണത്തിന് മാതൃകയാക്കിയത് ഈ സ്മാരകത്തെയാണ്. അപ്പോൾ ഈ ഒരു ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഹൂമയൂണിന്റെ ശവകുടീരം. അപ്പോൾ മനോഹരമായ പൂന്തോട്ടത്തിന്റെ മധ്യഭാഗത്താണ് ഈ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ചുവന്ന മണൽക്കല്ലും വെണ്ണക്കല്ലും കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. താജ്മഹലിന്റെ നിർമ്മാണത്തിന് മാതൃകയാക്കിയത് എന്താണ്? ഈ ഒരു സ്മാരകത്തെയാണ്. ഇനി ഇവിടെ താജ്മഹലിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ പത്നി മുംതാസ് മഹലിന്റെ ഓർമ്മക്കായി ആഗ്രയിൽ നിർമ്മിച്ച താജ്മഹൽ ഇൻഡോ ഇസ്ലാമിക് ശൈലിയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇതിന്റെ നിർമ്മാണത്തിന് വെള്ള മാർബിളാണ് ഉപയോഗിച്ചത്. ഇപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ പത്നി മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കായിട്ട് ആഗ്രയിൽ നിർമ്മിച്ച താജ്മഹൽ എന്താണ്? ഇൻഡോ ഇസ്ലാമിക് ശൈലിക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണെന്നാണ് പറഞ്ഞത്. പിന്നെന്താണ്? ഇതിന്റെ നിർമ്മാണത്തിന് വെള്ള മാർബിളാണ് ഉപയോഗിച്ചത്. അടുത്തതായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ചെങ്കോട്ടയുടെ ചിത്രമാണ്. ഡൽഹിയിൽ നിർമ്മിച്ചിട്ടുള്ള ചെങ്കോട്ടയുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുഗൾ ഭരണകാലത്തെ കോട്ടകളിൽ പ്രധാനപ്പെട്ടതാണിത്. അപ്പോൾ ഇത് പൂർണ്ണമായും ചുവന്ന മണൽക്കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ചെങ്കോട്ട എന്നുള്ളൊരു പേര് ലഭിച്ചത്. ഇൻഡോ ഇസ്ലാമിക് ശൈലിയിലുള്ള മറ്റൊരു നിർമ്മിതിയാണ് ഡൽഹിയിലെ ജുമാ മസ്ജിദ്. അതുപോലെ മാർബിളും ചുവന്ന കല്ലുകളും ഉപയോഗിച്ചാണ് ഈ ഒരു ജുമാ മസ്ജിദ് നിർമ്മിച്ചിട്ടുള്ളത്.
ബാഹ്മിനി സുൽത്താൻമാരുടെ കാലത്ത് നിർമ്മിച്ച ഗോൾ ഗുംബസ്, കുത്തബ് ഷാഹി സുൽത്താൻമാരുടെ കാലത്ത് നിർമ്മിച്ച ചാർമിനാർ എന്നിവയും ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ബിജാപ്പൂരിലായിരുന്നു ഗോൾ ഗുംബസ് ആരുടെ കാലത്താണ്? ബാഹ്മിനി സുൽത്താൻമാരുടെ കാലത്താണ്. അതുപോലെ തന്നെയാണ് ഹൈദരാബാദിൽ നിർമ്മിച്ച ചാർമിനാർ ആരുടെ കാലത്താണ് നിർമ്മിച്ചത്? കുത്തബ് ഷാഹി സുൽത്താൻമാരുടെ കാലത്ത്. ഇവ രണ്ടും എന്താണ്? ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിക്കുള്ള ഉദാഹരണങ്ങളാണ്. ഗോൾ ഗുംബസ് ബാഹ്മിനി സുൽത്താൻമാരുടെ കാലത്തും പിന്നെന്താണ്? ചാർമിനാർ ആരുടെ? കുത്തബ് ഷാഹി സുൽത്താൻമാരുടെ കാലത്തുമാണ് കേട്ടോ. നോട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഈ ഒരു ശൈലിയെ നിർമ്മിച്ചത് ഏതൊക്കെയായിരുന്നു? ഈ ഒരു വാസ്തുവിദ്യാ ശൈലിയിൽ ആദ്യം പണിതീർത്ത നിർമ്മിതി കുത്തബ് മിനാർ ആയിരുന്നു. കുത്തബ്ദീൻ ഐബക്കിന്റെ കാലത്ത് നിർമ്മാണം ആരംഭിച്ചു, ഇൽത്തുമിഷ് പൂർത്തിയാക്കി. പിന്നെ മുഗൾ കാലഘട്ടത്തിൽ എന്താണ് ഈ ഒരു ശൈലി, അതായത് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിക്ക് കൂടുതൽ പ്രചാരം ലഭിച്ചു. മുഗൾ കാലഘട്ടത്തിലെ രാജാക്കന്മാരൊക്കെ എന്താണ് ഒരുപാട് ആരാധനാലയങ്ങളും അതുപോലെ തന്നെ എന്താണ് ഒരുപാട് സ്മാരകങ്ങളൊക്കെ ഈ ഒരു രീതിയിൽ പണിയിപ്പിച്ചു. ഹുമയൂണിന്റെ ശവകുടീരം, പിന്നെ അതേ ഒരു രീതിയിൽ തന്നെ പണിതതാണ് താജ്മഹൽ. പിന്നെന്തായിരുന്നു? ചെങ്കോട്ട, അതുപോലെ ഡൽഹിയിലെ ജുമാ മസ്ജിദ്, ഇതൊക്കെ എന്താണ് ഇതിന് ഉദാഹരണങ്ങളാണ്. അക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ വിജയനഗര രാജാക്കന്മാർ നിർമ്മിച്ച പ്രധാന ക്ഷേത്രങ്ങളാണ് വിട്ടലസ്വാമി ക്ഷേത്രവും ഹസാര രാമക്ഷേത്രവും. മുൻകാല നിർമ്മിതികളിൽ നിന്ന് ഇവയിൽ കാണുന്ന മാറ്റങ്ങൾ എന്തെല്ലാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ വിട്ടലസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് ദക്ഷിണേന്ത്യയിൽ വിജയനഗര രാജാക്കന്മാരായിരുന്നു ഭരിച്ചിരുന്നത്. അവർ നിർമ്മിച്ച പ്രധാന ക്ഷേത്രങ്ങളാണ് വിട്ടലസ്വാമി ക്ഷേത്രവും അതുപോലെ ഹസാര രാമക്ഷേത്രവും. ഇനി ഈ ഒരു ക്ഷേത്രങ്ങളുടെ പ്രത്യേകതകൾ എന്താണെന്നാണ് പറയുന്നത്. ഇവ പാറകൾ ചെത്തിമിനുക്കി നിർമ്മിച്ച ബഹുനില ക്ഷേത്രങ്ങളാണ്. ക്ഷേത്രങ്ങളോട് ചേർന്ന് മണ്ഡപങ്ങൾ നിർമ്മിച്ചു. അലങ്കാരപ്പണികളുള്ള തൂണുകളൊക്കെ നിർമ്മിച്ചു. അതുപോലെ ക്ഷേത്രങ്ങൾ വിപുലപ്പെടുത്തി. അപ്പോൾ എന്തൊക്കെ സവിശേഷതകളാണ് പറയുന്നത്? പാറകൾ ചെത്തുമിനുക്കി നിർമ്മിച്ച ബഹുനില ക്ഷേത്രങ്ങളായിരുന്നു അവ. അതുപോലെ എന്താണ് ആ ക്ഷേത്രങ്ങളോട് ചേർന്ന് മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ അലങ്കാരപ്പണികളുള്ള തൂണുകളൊക്കെ ഉണ്ടായിരുന്നു ആ ക്ഷേത്രങ്ങൾക്ക്. ക്ഷേത്രങ്ങൾ വിപുലപ്പെടുത്തി. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഒരു പുതിയ വാസ്തുവിദ്യാ ശൈലി ഇന്ത്യയിൽ പരിചയപ്പെടുത്തി. ഇത് ഗോത്തിക് ശൈലി എന്നറിയപ്പെടുന്നു. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ എന്താണ് ഒരു പുതിയ വാസ്തുവിദ്യാ ശൈലി ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഗോത്തിക് ശൈലി എന്നറിയപ്പെടുന്നത്. കൂർത്ത ഗോപുരങ്ങളും കമാനങ്ങളും ഇതിന്റെ മുഖ്യ സവിശേഷതകളാണ്. കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയും ഗോവയിലെ ബോം ജീസസ് പള്ളിയും ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഒരു പുതിയ വാസ്തുവിദ്യാ ശൈലി ഇന്ത്യയിൽ പരിചയപ്പെടുത്തി. ഇതാണ് ഗോത്തിക് ശൈലി. ഈ ഒരു ശൈലിയെ തീർത്ത പള്ളികളാണ് ഏതൊക്കെ? കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയും അതുപോലെ ഗോവയിലെ ബോം ജീസസ് പള്ളിയും. ഈ ഒരു ഗോത്തിക് ശൈലിയുടെ പ്രത്യേകത എന്തായിരുന്നു? ഇതിന് കൂർത്ത ഗോപുരങ്ങളും അതുപോലെ കമാനങ്ങളും ആയിരുന്നു ഇതിന്റെ മുഖ്യ സവിശേഷത. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് ഇന്ത്യയിൽ അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ഒരുപാട് വ്യത്യസ്തമായ വാസ്തുവിദ്യാ ശൈലികളാണ്. അപ്പോൾ ഈ ഒരു ശൈലിയിലുള്ള നിർമ്മിതികളൊക്കെ എന്താണ്? ഇന്ത്യയുടെ സാംസ്കാരിക സമ്പന്നതയുടെയും വൈവിധ്യത്തിന്റെയും ഒക്കെ പ്രതീകങ്ങളാണ്. അടുത്തൊരു ഹെഡിംഗ് ആണ് സംഗീതവും ചിത്രകലയും. വാസ്തുവിദ്യ കൂടാതെ മധ്യകാല ഇന്ത്യയിൽ സംഗീതരംഗവും അഭിവൃദ്ധി പ്രാപിച്ചു. ദക്ഷിണേന്ത്യയിൽ കർണാടക സംഗീതം കൂടുതൽ വികാസം പ്രാപിച്ചു. കർണാടക സംഗീതത്തിലെ ശ്രദ്ധേയനായിരുന്നു പുരന്ദരദാസൻ. അപ്പോൾ എന്തായിരുന്നു? നമ്മുടെ ദക്ഷിണേന്ത്യയിൽ കർണാടക സംഗീതമാണ് കൂടുതൽ വികാസം പ്രാപിച്ചത്. ഈ കർണാടക സംഗീതത്തിലെ ശ്രദ്ധേയനായിരുന്നു പുരന്ദരദാസൻ. സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീന ഫലമായി പുതിയൊരു സംഗീത ശൈലി രൂപപ്പെട്ടു. ഇതാണ് ഹിന്ദുസ്ഥാനി സംഗീതം. അമീർ ഖുസ്രു, താൻസെൻ തുടങ്ങിയവർ അക്കാലത്ത് ശ്രദ്ധേയരായ സംഗീതജ്ഞരാണ്. അപ്പോൾ സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീന ഫലമായി എന്താണ് പുതിയൊരു സംഗീത ശൈലി രൂപപ്പെട്ടു. അതാണ് ഹിന്ദുസ്ഥാനി സംഗീതം. അമീർ ഖുസ്രുവും താൻസെനും ഒക്കെ എന്താണ് അന്നത്തെ കാലത്തെ പ്രധാനപ്പെട്ട സംഗീതജ്ഞരായിരുന്നു. ഖവ്വാലി എന്ന സംഗീത രൂപം രൂപപ്പെട്ടത് ഇക്കാലത്താണ്. ഖവ്വാലിയുടെ വളർച്ചയിൽ അമീർ ഖുസ്രു വലിയ പങ്കുവഹിച്ചു. നിരവധി പുതിയ സംഗീതോപകരണങ്ങൾ ഇക്കാലഘട്ടത്തിൽ രൂപം കൊണ്ടു. അപ്പോൾ എന്താണ് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ തന്നെ രൂപപ്പെട്ട മറ്റൊരു സംഗീത രൂപമാണ് ഖവ്വാലി. എന്താണ് അമീർ ഖുസ്രു ആണ് ഈ ഒരു ഖവ്വാലി സംഗീത രൂപത്തിന് എന്താണ് വളർച്ചയിൽ പ്രധാന പങ്കുവഹിച്ചത്. നിരവധി സംഗീതോപകരണങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ രൂപം കൊണ്ടു.
തബല, സിത്താർ ഇവയൊക്കെ എന്താണ് അതിന് ഉദാഹരണങ്ങളാണ്. തബലയുടെ സിത്താറിൻ്റെ ഒക്കെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ രൂപം കൊണ്ട സംഗീതോപകരണങ്ങളാണ് തബലയും സിത്താറൊക്കെ. സംഗീതത്തിൽ എന്ന പോലെ ചിത്രകലയിലും മധ്യകാലഘട്ടത്തിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ വന്നു. ഇനി ഒരു ചെറിയ ബോക്സ് കൊടുത്തതാണ് ഗവ്വാലി. സൂഫി വര്യന്മാർ താമസിച്ചിരുന്ന ഗാൻകകളിൽ രൂപപ്പെട്ട ഒരു സംഗീത രൂപമാണ് ഗവ്വാലി. ഉറുദു ഭാഷയിൽ രചിക്കപ്പെട്ട ഭക്തിഗീതങ്ങൾ വാദ്യമേളകളുടെ അകമ്പടിയോടെ ചടുലമായ താളക്രമത്തിൽ ആലപിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം എന്താണ് ഗവ്വാലി? സൂഫി വര്യന്മാർ താമസിച്ചിരുന്ന ഗാൻകകളിൽ രൂപപ്പെട്ട ഒരു സംഗീത രൂപമാണ് ഗവ്വാലി. ഉറുദു ഭാഷയിൽ രചിക്കപ്പെട്ട ഭക്തിഗീതങ്ങൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ചടുലമായ താളക്രമത്തിൽ ആലപിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു ഗവ്വാലി സംഗീത രൂപം രൂപം കൊള്ളുന്ന ഒരു പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് അമീർ ഖുസ്രു. ഇതെന്തായിരുന്നു? ഉറുദു ഭാഷയിൽ രചിക്കപ്പെട്ട ഒരു സംഗീതമായിരുന്നു. സൂഫി വര്യന്മാർ താമസിച്ചിരുന്ന ഗാൻകകളിൽ രൂപപ്പെട്ട ഒരു സംഗീത രൂപമാണ് ഗവ്വാലി. അപ്പോൾ സംഗീതത്തിൽ എന്ന പോലെ തന്നെ ചിത്രകലയിലും ഒരുപാട് മാറ്റങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ വന്നിരുന്നു. ഇവിടെ ഒരുപാട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. മുഗൾ ചിത്രകല, കൊട്ടാര ദൃശ്യങ്ങളാണ്. അതുപോലെ പിന്നെന്താണ് ബൈബിളിലെ സന്ദർഭം കൊടുത്തിട്ടുണ്ട്. അതുപോലെ രാമായണത്തിലെ സന്ദർഭങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ് പ്രകൃതി ദൃശ്യങ്ങൾ, ആ ഒരു കാലഘട്ടത്തിലുള്ള പ്രകൃതി ദൃശ്യങ്ങളൊക്കെ എന്താണ് ഇവിടെ ചിത്രകലയിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചിത്രങ്ങളൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം എന്താ ആ ഒരു കാലഘട്ടത്തിൽ ചിത്രരചനയ്ക്ക് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അടുത്ത ഹെഡിങ് ആണെന്ത്? സാഹിത്യം. മധ്യകാല ഇന്ത്യയിൽ വാസ്തുവിദ്യ, സംഗീതം, ചിത്രകല എന്നീ മേഖലകളിലുണ്ടായ വികാസം പോലെ സാഹിത്യവും പുരോഗതി നേടി. മധ്യകാലത്ത് ഇന്ത്യയെ രൂപം കൊണ്ട ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവും അക്കാലത്തെ സാഹിത്യത്തിന്റെ പുരോഗതിയെ നിർണായകമായ പങ്കുവഹിച്ചു. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? മധ്യകാല ഇന്ത്യയിൽ എന്താണ് വാസ്തുവിദ്യയും സംഗീതം, ചിത്രകല എന്നീ മേഖലകളൊക്കെ വികാസം പ്രാപിച്ച പോലെ തന്നെ എന്താണ് സാഹിത്യത്തിലും പുരോഗതി നേടിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? മധ്യകാലത്ത് ഇന്ത്യയെ രൂപം കൊണ്ട ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവും അക്കാലത്തെ സാഹിത്യത്തിന്റെ പുരോഗതിയിൽ നിർണായകമായ പങ്കുവഹിച്ചു. ഇവിടെ ഒരു ഭക്തി പ്രസ്ഥാനം എന്ന് പറഞ്ഞ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ദൈവത്തോടുള്ള സ്നേഹവും ഭക്തിയും അടിസ്ഥാനമാക്കി ദക്ഷിണേന്ത്യയെ രൂപം കൊണ്ടതാണ് ഭക്തി പ്രസ്ഥാനം. ദക്ഷിണേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിന് നായനാർമാർ, ആയ്വാർമാർ എന്ന് രണ്ട് വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? നായനാർമാരും ആയ്വാർമാരും. നായനാർമാർക്ക് ശിവഭക്തരും ആയ്വാർമാർ എന്തായിരുന്നു? വിഷ്ണു ഭക്തരുമാണ്. 14-ാം നൂറ്റാണ്ടോടെ ഈ ആശയം ഉത്തരേന്ത്യയിലേക്ക് വ്യാപിച്ചു. ഗുരു നാനാക്ക്, കബീർദാസ്, തുളസിദാസ്, സൂർദാസ്, തൂക്കാറാം, മീരാഭായ്, ചൈതന്യ തുടങ്ങിയവരായിരുന്നു ഉത്തരേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രചാരകർ. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിന് നായനാർമാർ, ആയ്വാർമാർ എന്ന രണ്ട് വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. നായനാർമാർ ശിവഭക്തരും അതുപോലെ ആയ്വാർമാർ വിഷ്ണു ഭക്തരുമായിരുന്നു. 14-ാം നൂറ്റാണ്ടോടെ ഈ ആശയം എന്താണ് ഉത്തരേന്ത്യയിലേക്കും വ്യാപിച്ചു. ഗുരു നാനാക്ക്, കബീർദാസ്, തുളസിദാസ്, സൂർദാസ്, അതുപോലെ തൂക്കാറാം, മീരാഭായ്, ചൈതന്യ തുടങ്ങിയവരായിരുന്നു ഉത്തരേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രചാരകർ. ഭക്തി പ്രസ്ഥാനത്തിന്റെ വരവ് വിവിധ പ്രാദേശിക ഭാഷകൾക്ക് ഉണർവേകി. ഭക്തി പ്രസ്ഥാനത്തിലെ കവികളെല്ലാം സാധാരണക്കാരന്റെ ഭാഷയിലാണ് കവിതകൾ രചിച്ചത്. ഇത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് സഹായകമായി. പ്രസ്ഥാനത്തിന്റെ വരവ് എന്താണ്? വിവിധ പ്രാദേശിക ഭാഷകൾക്ക് ഉണർവേകി എന്നാണ് പറയുന്നത്. ഭക്തി പ്രസ്ഥാനത്തിലെ കവികളെല്ലാം എന്താണ്? സാധാരണക്കാരന്റെ ഭാഷയിലാണ് കവിതകൾ രചിച്ചിരുന്നത്. ഇത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് സഹായകമായി. ഇത്തരത്തിൽ വികാസം പ്രാപിച്ച ഭാഷകളാണ് എന്ത്? മലയാളം, തെലുങ്ക്, കന്നഡ, മറാത്തി, ഹിന്ദി, ബംഗാളി, ഗുജറാത്തി ഭാഷകളൊക്കെ. അപ്പം എന്താണ്? ഭക്തി പ്രസ്ഥാനത്തിന്റെ വരവോടുകൂടി വികാസം പ്രാപിച്ച ഭാഷകളാണ് ഏതൊക്കെ? മലയാളം, തെലുങ്ക്, കന്നഡ, മറാത്തി, ഹിന്ദി, ബംഗാളി, ഗുജറാത്തി ഭാഷകളൊക്കെ. അടുത്താണ് സൂഫി പ്രസ്ഥാനം. ആഡംബര ജീവിതത്തെ എതിർക്കുകയും ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്തവരായിരുന്നു സൂഫികൾ. സൂഫ് എന്ന അറബ് വാക്കിൽ നിന്നാണ് സൂഫിസം എന്ന പദം ഉണ്ടായത്. ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി, നിസാമുദ്ദീൻ ഔലിയ തുടങ്ങിയവർ സൂഫി പ്രസ്ഥാനത്തിന്റെ പ്രചാരകരായിരുന്നു. അപ്പോൾ സൂഫികൾ ആരായിരുന്നു? ആഡംബര ജീവിതത്തെ എതിർക്കുകയും ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്തവരായിരുന്നു സൂഫികൾ. സൂഫ് എന്ന അറബ് വാക്കിൽ നിന്നാണ് സൂഫിസം എന്ന പദം ഉണ്ടായത്. ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി, അതുപോലെ നിസാമുദ്ദീൻ ഔലിയ തുടങ്ങിയവർ സൂഫി പ്രസ്ഥാനത്തിന്റെ പ്രചാരകരായിരുന്നു.
ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് അക്കാലത്ത് ചില പ്രധാന പ്രാദേശിക ഭാഷകളിലുണ്ടായ സാഹിത്യകൃതികളുടെയും അവയുടെ രചയിതാക്കളുടെയൊക്കെ പേരുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രാദേശിക ഭാഷകളും കൃതികളും കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം മലയാളമാണ്. മലയാളത്തിൽ എഴുത്തച്ഛൻ എഴുതിയ കൃതിയാണ് അധ്യാത്മരാമായണം. ഹിന്ദിയിലുള്ള ഒരു കൃതിയാണ് തുളസീദാസ് എഴുതിയ രാമചരിതമാനസം. പിന്നെ ഒരു കന്നഡ കൃതിയാണ് വിക്രമാർജുന വിജയം. വിക്രമാർജുന വിജയം പമ്പ ഭാരതത്തിൽ പെടുന്നതാണ്, പമ്പ എഴുതിയതാണ്. അടുത്തത് ഏകനാഥ് എഴുതിയ ഒരു കൃതിയാണ് മറാത്തിയിലെ മറാത്തി ഭാഗവതം. ഏകനാഥ് മറാത്തി ഭാഷയിൽ എഴുതിയാണ് മറാത്തി ഭാഗവതം. പിന്നെ കമ്പർ എഴുതിയതാണ് തമിഴില് ഇരാമവതാരം. ഇരാമവതാരം കമ്പരാമായണാണ്, കമ്പർ എഴുതിയതാണ്. അതുപോലെ നന്നൈ എഴുതിയതാണ് തെലുങ്കില് മഹാഭാരതം. പിന്നെന്താണ് സരളദാസ എഴുതിയൊരു ഒഡിയ ഭാഷയിൽ എഴുതിയൊരു കൃതിയാണ് ഒഡിയ മഹാഭാരതം. ഇനി എന്താണ് കൃതിവാസ എന്ന വ്യക്തി എഴുതിയാണ് ബംഗാളി ഭാഷയിൽ ബംഗാളി രാമായണം. പിന്നെ അടുത്തത് ഗുജറാത്തി ഭാഷയിലാണ്. ഗുജറാത്തി ഭാഷയിൽ പ്രേമാനന്ദ എഴുതിയൊരു കൃതിയാണ് ഗുജറാത്തി ഭാഗവതം. ഇത്രയാണ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന പ്രാദേശിക ഭാഷകളും കൃതികളും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് പഠിക്കണേ. ഇതിൽ ഓരോ കൃതികൾ ആരൊക്കെ എഴുതിയെന്നുള്ളത്, അതുപോലെ തന്നെ ഓരോ കൃതിയും അതുപോലെ അതിൻ്റെ ഭാഷകളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഓർഡറിൽ പഠിക്കണേ. സൂഫി പ്രസ്ഥാനം ഉറുദു ഭാഷയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ചു. അറബി, പേർഷ്യൻ എന്നീ ഭാഷകളും ഇന്ത്യൻ പ്രാകൃത ഭാഷകളായ ഗഡിബോലി, ബ്രിജ് മുതലായവയും കൂടിച്ചേർന്നുണ്ടായതാണ് ഉറുദു ഭാഷ. അപ്പോൾ ഏതൊക്കെ ഭാഷകൾ കൂടിച്ചേർന്നതാണ്? അറബി, പേർഷ്യൻ എന്നീ ഭാഷകളും ഇന്ത്യൻ പ്രാകൃത ഭാഷകളായ ഗഡിബോലി, ബ്രിജ് മുതലായ ഭാഷകളും കൂടിച്ചേർന്നുണ്ടായതാണ് ഉറുദു ഭാഷ. മധ്യകാലഘട്ടത്തിൽ നിരവധി കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. മുഗൾ ചക്രവർത്തി അക്ബറുടെ കാലത്ത് തർജ്ജമയ്ക്ക് വേണ്ടി ഒരു വകുപ്പ് തന്നെ പ്രവർത്തിച്ചിരുന്നു. അക്കാലത്ത് രാമായണവും മഹാഭാരതവും ഉൾപ്പെടെ അനേകം സംസ്കൃത കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. ഉപനിഷത്തുകളും അഥർവേദങ്ങളും പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ഷാജഹാൻ ചക്രവർത്തിയുടെ മകൻ ദാരാഷുക്കോ ആണ്. അപ്പൊ എന്താ പറഞ്ഞത്? മുഗൾ ചക്രവർത്തി അക്ബറുടെ കാലത്ത് തർജ്ജമയ്ക്ക് വേണ്ടി ഒരു വകുപ്പ് തന്നെ പ്രവർത്തിച്ചിരുന്നു. അക്കാലത്ത് രാമായണവും മഹാഭാരതവും ഉൾപ്പെടെ അനേകം സംസ്കൃത കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിരുന്നു. ഉപനിഷത്തുകളും അഥർവേദവും പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ഷാജഹാൻ ചക്രവർത്തിയുടെ മകൻ ദാരാഷുക്കോ ആണ്. ഇന്ത്യയുടെ സംസ്കാരവും വിജ്ഞാനവും അന്യദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിൽ പരിഭാഷകൾക്ക് പ്രധാന പങ്കുണ്ടായിരുന്നു. പുറനാടുകളുമായുള്ള സാംസ്കാരിക വിനിമയത്തിന് ഇത് വഴിയൊരുക്കി. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ തർജ്ജമകൾക്ക് ഒരുപാട് പ്രാധാന്യം ഉണ്ടായിരുന്നു. ഒരുപാട് കൃതികളും അതുപോലെ തന്നെ എന്താണ് ഉപനിഷത്തുകളും അഥർവേദവും ഒക്കെ പേർഷ്യൻ ഭാഷയിലേക്കൊക്കെ തർജ്ജമ ചെയ്തിരുന്നു. അപ്പോൾ എന്താണ് ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഒന്നുകൂടി നോക്കാം. വിവിധ കാലഘട്ടങ്ങളിലൂടെ വികാസം പ്രാപിച്ചതാണ് നമ്മുടെ ഇന്ത്യയിലെ വാസ്തുവിദ്യാ രീതി. പിന്നെന്താണ് ഒരുപാട് വാസ്തുവിദ്യാ രീതികൾ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ? മുഗൾ കാലഘട്ടത്തിലും അതിനുശേഷമൊക്കെ മധ്യകാലഘട്ടത്തിലെ നിർമ്മിതികളിൽ വിവിധ വാസ്തുവിദ്യാ ശൈലികളുടെ സ്വാധീനം പ്രകടമാണെന്ന് കണ്ടു. അതുപോലെ പിന്നെന്താണ് ഇന്ത്യയിലെ സംഗീതം, ചിത്രകല തുടങ്ങിയ വിവിധ കാലഘട്ടങ്ങളിലെ വിവിധ ശൈലികളുടെ കൂടിച്ചേരലൊക്കെ വളർന്നു വന്നതാണെന്ന് മനസ്സിലാക്കില്ലേ? അതുപോലെ പിന്നെന്താണ് ഭക്തി, സൂഫി പ്രസ്ഥാനങ്ങളൊക്കെ നമുക്ക് ഇപ്പം എന്താന്ന് പഠിച്ചു അല്ലേ? ഭക്തി പ്രസ്ഥാനങ്ങളും അതുപോലെ സൂഫി പ്രസ്ഥാനങ്ങളൊക്കെ ഇന്ത്യയിലെ സാഹിത്യത്തിൻ്റെ പുരോഗതിക്കും പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്കൊക്കെ കാരണമായെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. ഓരോന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കാം. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.